ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുതിര വാഴക്കത്തോട് കൊണ്ടുള്ള നല്ല രുചിയുള്ള ഉപ്പേരിയാണ്. ഇത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഷുഗർ കുറഞ്ഞു കിട്ടും. അതുപോലെ മുതിര വാതരോഗത്തിന് നല്ലതാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്നലെ രാത്രി 1/4 കപ്പ് മുതിര എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. കഴുകിയ ശേഷം വേവിക്കാനെടുത്ത കുക്കറിലേക്കിട്ട് ഉപ്പ് ആവശ്യത്തിന്, വേകുവാനുള്ള വെള്ളം 1/4 ഗ്ലാസ് ഒഴിച്ച് കുക്കർ അടച്ച് തീ ഓണാക്കി ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ വെക്കാം. മുതിര വെന്ത് വരുമ്പോഴേക്കും വാഴക്കത്തോട് അരിഞ്ഞെടുക്കാം. വാഴക്കത്തോടിൻ്റെ രണ്ടറ്റം മുറിച്ച് കളഞ്ഞ് നടുഭാഗത്തിലുള്ള തൊലി ചെത്തിയെടുത്ത് തൊലി രണ്ടാക്കി മുറിച്ച് ഇതുപോലെ എല്ലാം മുറിച്ചെടുത്ത ശേഷം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി പാത്രത്തിലിട്ട് വെച്ചതാണ്. ഇനി ഇതെല്ലാം കുറച്ചെടുത്ത് ഒന്നിൻ്റെ മുകളിൽ ഓരോന്നായി വെച്ച് നീളത്തിൽ കനം കുറച്ച് മുറിച്ചെടുത്ത് എല്ലാം ഒന്ന് കൂട്ടിപ്പിടിച്ച് ചെറുതാക്കി അരിഞ്ഞ ശേഷം നിറവ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അരിഞ്ഞതെല്ലാം ഇതിലേക്കിട്ട് വെക്കാം. ഇതുപോലെ കനം കുറച്ച് എല്ലാം അരിഞ്ഞെടുക്കണം. വേവിക്കാൻ വെച്ച മുതിര ഇവിടെ വെന്തിട്ടുണ്ട്. ഇതിലുള്ള വെള്ളം വറ്റിച്ചെടുത്ത് ഒരു ബൗളിലേക്കാക്കി മാറ്റി വെക്കാം. 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലേക്കിട്ട് 3 പച്ചമുളക് നടുമുറിച്ചത് വെള്ളം ഒട്ടും ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കാം. വെള്ളത്തിലിട്ട് വെച്ച വാഴക്കത്തോടിലുള്ള വെള്ളമെല്ലാം കളഞ്ഞ് ഒരു പാത്രത്തിലേക്കാക്കി മാറ്റി വെക്കാം. ഒരു ബൗളിൽ ഒരു കൈപ്പിടി തേങ്ങ ചിരവിയതെടുത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. തീ മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ച് ചൂടായി വരുന്ന പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ 3 വറ്റൽമുളക് മുറിച്ചത്, കുറച്ച് കറിവേപ്പില, 10 ചെറിയുള്ളി നടുമുറിച്ചതിട്ട് ഒന്ന് ഇളക്കിയ ശേഷം കൂടെ തന്നെ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഉള്ളി വാടി വരുന്നതുവരെ ഇളക്കി കൊടുക്കാം. ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച തേങ്ങാക്കൂട്ട് ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം ചതച്ച് വെച്ച തേങ്ങയും ചേർത്ത് 3 സെക്കൻഡ് വരെ ഇളക്കി കൊടുക്കാം. തേങ്ങ ഇട്ട ശേഷം തീ ലോ ഫ്ലെയിമിലാക്കി വേണം ഇളക്കി കൊടുക്കേണ്ടത്. നേരത്തെ തയ്യാറാക്കി വെച്ച നേന്ത്രക്കായൻ്റെ തോട് അരിഞ്ഞതെല്ലാം ഇതിലേക്കിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിലുള്ള വെള്ളം കുറയുന്നതുവരെ ഇടവിട്ട് ഇളക്കി കൊടുക്കാം. വാഴക്കത്തോട് പകുതി വേവാകുമ്പോൾ തന്നെ തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ച് വെച്ച മുതിര ചേർത്ത് എരിവും ഉപ്പും ഒക്കെ പിടിക്കുന്നതുവരെ 3 മിനിറ്റ് ഇളക്കിയ ശേഷം ഇതിലുള്ള വെള്ളമെല്ലാം കുറയുമ്പോൾ തന്നെ വേവുന്നതാണ്. വെള്ളമെല്ലാം വറ്റിയതിനു ശേഷം എടുക്കാവുന്നതാണ്. വെള്ളമെല്ലാം കുറഞ്ഞ് തോരൻ ഇവിടെ ആയിട്ടുണ്ട്. ചോറ് കുറച്ച് ഇത് കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും സപ്പോർട്ടും തന്ന് കൂടെ നിൽക്കണേ. പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.